ഒരാൾ ട്രേഡിങ്ങിൽ പ്രോഫിറ്റബിൾ ആവാൻ ഏകദേശം എത്ര സമയം എടുക്കും നമുക്ക് നോക്കാം. ഒരാൾ മാർക്കറ്റിൽ ഒരുപാട് സമയം കളയുന്നത് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് പഠിക്കാനോ അല്ലെങ്കിൽ എന്താണ് ടെക്നിക്കൽ ജാർഗൻസ് എന്ന് പഠിക്കാനോ ഒന്നുമല്ല ഒരാൾ സമയം മൊത്തം കളയുന്നത്. ഒരു ട്രേഡർ അയാളുടെ മോസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് നിങ്ങളുടെ എക്സാമ്പിൾ എടുക്കാം, ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ എക്സാമ്പിൾ. അതായത് ഇപ്പം നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ പ്രോഫിറ്റ് എവിടെയാണ് വെക്കേണ്ടത്, ടി പി എവിടെയാണ് വെക്കേണ്ടത്, എസ് എൽ എവിടെയാണ് വെക്കേണ്ടത് എന്നുള്ള കുറച്ചൊക്കെ ധാരണ ഉണ്ടാവും. ടി പി അടിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാത്ത ദിവസം പോകും. പക്ഷേ എസ് എൽ അടിക്കുന്ന ദിവസം എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ഒരു പക്ഷേ നിങ്ങൾ വീണ്ടും 2 ട്രേഡ് എടുക്കും, അല്ലെ 3 ട്രേഡ് എടുക്കും. അപ്പം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയ ദിവസത്തെ ഉപകാരം അവിടെ പോയി. ഓക്കെ, ഈ ബാറ്റിലാണ് തീരാതെ പോവാ. അതായത് ക്വാണ്ടിറ്റി കൂട്ടണം, കുറയ്ക്കണം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കാമെന്ന് ആരായിരിക്കില്ല, ബട്ട് ക്വാണ്ടിറ്റി കൂട്ടണം, അല്ലെങ്കിൽ ഇന്നൊരു 10 ട്രേഡ് എടുത്താലോ. ഈ പ്രശ്നങ്ങൾ ബാറ്റിൽ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഈ ഇമോഷണൽ പ്രശ്നങ്ങളിൽ നിന്നും മറികടക്കാൻ പറ്റും എന്നനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നില്ലേ, പ്രോഫിറ്റബിലിറ്റി നോക്കണ്ട. നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് മറികടക്കാൻ പറ്റും അതിനനുസരിച്ചിട്ട് അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റിയുടെ സാധ്യതയും കുത്തനെ കൂടും.